നമ്മുടെയൊക്കെ വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു ജോലിയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ചും പ്രൊഫഷണൽ സ്റ്റഡിക്ക് ശേഷം. അത് ലഭിക്കുമ്പോൾ, പ്രത്യേകിച്ചും സർക്കാർ സർവീസിൽ ഒരു ഉദ്യോഗം ലഭിക്കുമ്പോൾ വലിയ ഒരു സന്തോഷമാണ് നമ്മുടെ മനസ്സ് അനുഭവിക്കുന്നത്. ഡോക്ടർ ജോർജ് പടനിലത്തിൻ്റെ ജീവിതത്തിലെ അത്തരം ഒരു അനുഭവത്തിലേക്കാണ് ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത്. ഡോക്ടർ തിരുവനന്തപുരത്തെ MBBS പഠനം വളരെ വിജയകരമായി പൂർത്തിയാക്കി എന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞു. ആ പഠനത്തിന് ശേഷം സർക്കാർ സർവീസിൽ ആദ്യമായി ജോലിയിൽ പ്രവേശിച്ചപ്പോൾ മനസ്സിനുണ്ടായിരുന്ന ആ ഒരു ഭാവം, ആ ഒരു ചിന്ത, സന്തോഷം, അനുഭവം ഒക്കെ എപ്രകാരമായിരുന്നു എന്നൊന്ന് ഷെയർ ചെയ്യുമോ? തീർച്ചയായും ടീച്ചറെ, 1964 ജാനുവരി ആരംഭത്തിലായിരുന്നു എൻ്റെ ആദ്യത്തെ ജോലിക്കുള്ള നിയമനം. മറയൂർ എന്ന് പറയുന്ന സ്ഥലം ഏകദേശം മൂന്നാർ എന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 20 കിലോമീറ്റർ കിഴക്ക് ഭാഗത്തായിട്ടായിരുന്നു. അവിടെ ഒരു ഗവൺമെൻറ് ഡിസ്പെൻസറിയിലേക്കായിരുന്നു എൻ്റെ നിയമനം. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ അവിടെ പോയതെങ്കിലും എനിക്ക് വളരെയധികം നിരാശ തോന്നി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീരെ ഒരു കുഗ്രാമം, ചെറിയ ഒരു ഡിസ്പെൻസറി, രണ്ട് മുറിയുള്ള ഒരു ഡിസ്പെൻസറി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു കമ്പൗണ്ടറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ സ്റ്റാഫായിട്ട്. പിന്നെ ഈ നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാം NMEP എന്നൊരു പരിപാടിയിൽ അന്ന് കൊതുക് നിവാരണത്തിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാരെ ജോലിക്ക് ഗവൺമെൻറ് നിയോഗിച്ചിരുന്നു. അങ്ങനെ ഒരു 2-3 പേരും അവിടെ ഉണ്ട്. മലേറിയ ഒക്കെ ഉള്ള കാലമാണിത്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റാഫിങ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ചെന്ന സ്ഥലത്ത് താമസിക്കാനൊരു സ്ഥലമോ ഭക്ഷണം കഴിക്കാനൊരു ഹോട്ടലോ യാതൊന്നുമില്ലായിരുന്നു. അവിടെ അവിടെ ഉള്ള ഒരു പള്ളിയിലെ ഒരച്ഛൻ്റെ കൂടെ ആണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ ഒരു അടിമാലിക്കാരൻ, ഒരു കൃഷിക്കാരൻ്റെ ഒരു ചെറിയ കെട്ടിടം അവിടെ ഉണ്ടായിരുന്നു. ആ കെട്ടിടത്തിൽ ഞാനും ആ സ്ഥലത്ത് നിയമിതനായിരുന്ന ഒരു വെറ്ററിനറി ഡോക്ടറും ഞങ്ങൾ 2 പേരും കൂടി ഒരു മുറി ഷെയർ ചെയ്ത് അവിടെ താമസിച്ചു. ആ കെട്ടിടം സ്ഥിതി ചെയ്തിരുന്നത് കഞ്ചാവ് കൃഷി സ്ഥലത്തായിരുന്നു. അത് പിന്നീടാണ് മനസ്സിലായത്. ഏതായാലും അവിടെ ആ കെട്ടിടത്തിനകത്തെ ഒരു കുളിമുറിയോ കക്കൂസോ യാതൊന്നും ഇല്ലായിരുന്നു. അതിന് ചുറ്റുപാടുള്ള ഒരു ചന്ദനത്തോട്ടം ഉണ്ടായിരുന്നു. ആ ചന്ദനത്തോട്ടത്തിലായിരുന്നു എല്ലാവരും പൊതു കക്കൂസായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തെ ജോലിക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ വലിയൊരു നിരാശ അനുഭവപ്പെട്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാമീണ സർവീസിന് പോകുമ്പോഴത്തേക്ക് അവിടെയുള്ള ആൾക്കാരുടെ ജീവിത നിലവാരം ഉയർത്താനും അവരുടെ ആരോഗ്യ നിലവാരം പരിപാലിക്കാനുമുള്ള പദ്ധതികളൊക്കെ ആരംഭിക്കണമെന്നുള്ള വലിയ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾ പ്രിവെൻറ്റീവ് മെഡിസിനിൽ ഞങ്ങളുടെ പ്രൊഫസർ പറഞ്ഞിരുന്ന പോലെ ഓരോ സ്ഥലത്തും ചെന്ന് കഴിഞ്ഞിട്ട് ആൾക്കാരുടെ ഈ മലമൂത്ര വിസർജനത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി ആരോഗ്യപരമായ രീതിയിൽ അവരുടെ ആരോഗ്യം പരിപാലിക്കാനായിട്ട് സഹായിക്കണം, അവരെ അതിനെ ബോധവൽക്കരിക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങളെ പറഞ്ഞു വിട്ടത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞ് ആശയവിനിമയമായിരുന്നു ഏറ്റവും പ്രയാസം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവരെ മലയാളമോ അല്ല തമിഴും അല്ലാത്ത ഒരു ഭാഷയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഇവരുമായിട്ട് എന്തെങ്കിലും ഒരു ആശയവിനിമയം നടത്തണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പറയുന്നതൊന്നും അവർക്കും മനസ്സിലാകത്തില്ല, അവർ പറയുന്നത് എനിക്കും ശരിക്കും മനസ്സിലായി വരുന്നില്ല. അപ്പോൾ അവിടെ ജോലി ചെയ്തിരുന്ന 1-2 ആൾക്കാരായിരുന്നു അവർ പറഞ്ഞിരുന്നത് എന്നതാണെന്നുള്ള കാര്യം എന്നെ മനസ്സിലാക്കി തന്നുകൊണ്ടിരുന്നത്. അവിടെ പിന്നെ ഈ കാന്തല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കുറേ കരിമ്പ് കൃഷി നടക്കുന്ന സ്ഥലമുണ്ടായിരുന്നു. തൊടുപുഴയിൽ നിന്ന് കുറേ കൃഷിക്കാരവിടെ വന്ന് സ്ഥിരമായിട്ട് അവിടെ വന്ന് കരിമ്പ് കൃഷി നടത്തുന്ന ആൾക്കാരാണ്. അവരിടയ്ക്ക് വരുമ്പോഴത്തേക്ക് അവരുമായിട്ട് ഉള്ള സഹകരണം മാത്രമേ വാസ്തവത്തിൽ യഥാർത്ഥത്തിലൊരു സാധാരണ മനുഷ്യരുമായിട്ട് നമ്മൾ ഇടപെടുകയാണെന്നൊരു ഫീലിംഗ് നമുക്ക് തന്നിരുന്നുള്ളൂ. അങ്ങനെ ആകെപ്പാടെ വളരെ ബോറടിച്ച് ഒരു നിരാശപ്പെട്ടാണ് ഞാനവിടെ കഴിഞ്ഞത്. ഏകദേശം 3 മാസം കഴിഞ്ഞപ്പോഴേതായാലും ഞാൻ തന്നെ പരിശ്രമിച്ച് അവിടെ നിന്ന് ഒരു ട്രാൻസ്ഫർ വാങ്ങി എടമറുക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അത് പാലായടുത്ത് കുറുമണ്ണിനും മേലുകാവിനും ഇടയ്ക്കായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ എടമറുക് എന്ന് പറയുന്നത്. അവിടെയും ഇതുപോലെ ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ തുടങ്ങി വരുന്നത് ഉണ്ടായിരുന്നുള്ളൂ. അവിടെയും പോയി ഒരു പള്ളിയിലെ അച്ഛൻ്റെ കൂടെയാണ് ഭക്ഷണം കഴിക്കേണ്ടി വന്നത്. താമസിച്ചത് പള്ളിയുടെ ഒരു ചെറിയ മുറിയിലായിരുന്നു. അങ്ങനെ അതിന് ശേഷം മെഡിക്കൽ കോളേജിൽ
ഈ കോട്ടയം മെഡിക്കൽ കോളേജ് ആരംഭിച്ച സമയമായിരുന്നു. അവിടെ പ്രിവെൻറ്റീവ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡെമോൺസ്ട്രേറ്റർക്ക് ആവശ്യമുണ്ട് എന്നും പറഞ്ഞ് ഒരു അഡ്വർടൈസ്മെൻറ്റ് വന്നപ്പോൾ ഞാൻ അതിനെ അപേക്ഷിച്ചു. 1964 ജൂലൈ 5-ാം തീയതിയായിരുന്നു എൻ്റെ വിവാഹം. അതിനുശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രിവെൻറ്റീവ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഡെമോൺസ്ട്രേറ്ററായിട്ട് ഞാൻ ജോയിൻ ചെയ്തു. ആ ജോലിയിൽ ഏകദേശം 6 മാസത്തോളം ചിലവഴിച്ചു. പക്ഷേ ആരംഭത്തിൽ മെഡിക്കൽ കോളേജ് തുടങ്ങി വരികയും ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് എല്ലാം അറേഞ്ച് ചെയ്ത് വരികയും ചെയ്യുന്നൊരു സന്ദർഭമായിരുന്ന കാരണം കാര്യമായ ജോലിയൊന്നും അവിടെ ഇല്ലാതിരുന്നു. ബോറടിക്കുകയായിരുന്നു പ്രധാനമായിട്ട്. അത് കാരണം ഞാൻ പിന്നെ വീണ്ടും ജനറൽ ഹെൽത്ത് സർവീസസിലേക്ക് പോയി. അവിടെ നിന്ന് തന്നെ കോഴിക്കോട് ESI ഡിപ്പാർട്ട്മെൻറ്റിലാണ് എനിക്ക് അടുത്ത അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. കോഴിക്കോട് ഞങ്ങൾ ഏകദേശം 6 മാസത്തോളം ജോലി ചെയ്തു. അവിടെ വെച്ചായിരുന്നു ഞങ്ങളുടെ മൂത്ത മകൻ ടോം ജനിച്ചത്. അവിടെ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് പിന്നെ കൊട്ടാരക്കര അടുത്ത് മൈലം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ESI ഡിസ്പെൻസറിയിൽ ജോലി ചെയ്തു. ഒരു 3 മാസം കഴിഞ്ഞ് കോട്ടയം ESI ഹോസ്പിറ്റൽ ഡിസ്പെൻസറിയിലേക്ക് ട്രാൻസ്ഫറായി. അതിനുശേഷമാണ് വെൺമണി ഗവൺമെൻറ് ഡിസ്പെൻസറിയിൽ, അപ്പോൾ ജനറൽ ഹെൽത്ത് സർവീസിൽ വീണ്ടും തിരിച്ച് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. വെൺമണിയിൽ ഞങ്ങൾ ഏകദേശം 1 വർഷത്തോളം ജോലി ചെയ്തു. ആ സമയത്താണ് ഒരു വിജ്ഞാപനം, ഗവൺമെൻറ് വിജ്ഞാപനം വന്നത്. അതായത് അമേരിക്കയിലേക്ക് കൂടുതൽ ഡോക്ടർമാർ പോകുന്നു, അതുകൊണ്ട് ECFMG എന്ന് പറയുന്ന ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. അതായിരുന്നു ക്വാളിഫയിങ് എക്സാമിനേഷൻ. അമേരിക്കയിലേക്ക് പോകാനായിട്ടുള്ള ക്വാളിഫയിങ് എക്സാമിനേഷനായിരുന്നു. അത് ഇന്ത്യ ഗവൺമെൻറ് നിർത്താൻ പോവുകയാണ്. 1966 ഈ വിജ്ഞാപനം. 67 കഴിഞ്ഞാൽ പിന്നെ ഈ പരീക്ഷ നടക്കത്തില്ല എന്ന് ഒരു വിജ്ഞാപനം വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും പരീക്ഷ എഴുതിയിരിക്കാം, പോകണോ പോകണ്ട എന്നുള്ള കാര്യം പിന്നെ തീരുമാനിച്ചാൽ മതിയല്ലോ എന്ന് കരുതി 1966 സെപ്റ്റംബറിൽ പോയി. അല്ല, പിന്നെ ഉണ്ടായിരുന്നു 2 ചാൻസ് കൂടെ. അപ്പോൾ ഇനി അഥവാ ജയിച്ചില്ലെങ്കിൽ പിന്നെയും പോയി എഴുതാമല്ലോ എന്ന് കരുതി നെക്സ്റ്റ് ചാൻസിന് പോയി. 66 സെപ്റ്റംബറിൽ പോയി ഞാൻ പരീക്ഷ എഴുതി. അത് പാസ്സായി ഉടനെ തന്നെ. അപ്പം പരീക്ഷ പാസ്സായി കഴിഞ്ഞപ്പോൾ മുതൽ അമേരിക്കയിൽ നിന്ന് പല ഹോസ്പിറ്റലുകളിൽ നിന്ന് ഇൻവിറ്റേഷൻസും എയർ ഫെയറും എല്ലാം അയച്ചുകൊണ്ട് അവരെ ഇൻവൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു 3-4 സ്ഥലത്തെ ഇൻവൈറ്റ് ചെയ്തപ്പോഴത്തേക്കായിരുന്നു എനിക്ക് അമേരിക്കയ്ക്ക് പോകണമെന്ന് യാതൊരു താല്പര്യവും വാസ്തവത്തിൽ ഇല്ലായിരുന്നു. എൻ്റെ കൂടെ പഠിച്ചിരുന്ന അമേരിക്കയ്ക്ക് പോകാൻ താല്പര്യമുള്ളവരൊക്കെ ഇതിനോടകം അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അപ്പം ഏതായാലും പിന്നെ ഈ ഗവൺമെൻറ് ഡിസ്പെൻസറിയിലും ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ഞാൻ വളരെ കൈക്കൂലി ഒരു കാരണവശാലും മേടിക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ നിർബന്ധമായിരുന്നു. അത് കാരണം തുച്ഛമായ വരുമാനമേ വാസ്തവത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പലപ്പോഴും പറയാറ് 3.5 വർഷത്തോളം ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്തിട്ട് എനിക്കൊരു സൈക്കിൾ മേടിക്കാനുള്ള പൈസ പോലും ഉണ്ടായില്ല എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതൊരു അമേരിക്കയ്ക്ക് പോകാനൊരു അവസരം കിട്ടി. പോകണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ വലിയ ചിന്താക്കുഴപ്പമായിരുന്നു. പക്ഷേ അവസാനം പിന്നെ വാസ്തവത്തിൽ പൊന്നമ്മയാണ് പറഞ്ഞു ഏതായാലും ചെറുപ്പമാരെ നമുക്ക് പോയി ഒന്ന് അമേരിക്കയൊക്കെ ഒന്ന് കണ്ടേച്ചാതായാലും തിരിച്ചു വരാം, കിട്ടിയ അവസരമല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ അമേരിക്ക ഒന്ന് പോയി പഠിച്ച് ഒരു 4-5 വർഷം പഠിച്ച് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും തിരിച്ചു വരണം എന്നുള്ള നിശ്ചയം അനുസരിച്ചാണ് അന്ന് പോയത്. 1967 ജൂൺ 30-ാം തീയതിയായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് അമേരിക്കയ്ക്ക് പോയത്. എൻ്റെ കൂടെ വേറെ എൻ്റെ 2 സഹപാഠികളൂടെ ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ പഠിച്ച ആൾക്കാർ. ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചത്. ഇവിടുന്ന് ആ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഡോക്ടറുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾക്ക് കാരണമായ അമേരിക്കയിലേക്ക് ഡോക്ടർ പോകുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഈ അമേരിക്കൻ വിശേഷങ്ങളെക്കുറിച്ച് അറിയാം.